ഹലോ, അപ്പോൾ എല്ലാവർക്കും രാജശ്രീ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് പേര് ഇവനെ എന്താ പറയുക സ്നേഹിക്കുന്നവരുണ്ട്. അപ്പം ഒരുപാട് പേര് നമുക്ക് കമൻ്റൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. അതിലൊരാളാണ് ശോഭാദാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൻറ്റി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് എന്താ പറയുക മഞ്ഞപ്പൊടി ഇട്ട് നോക്കുന്നു. അങ്ങനെ ഞാൻ അത് ഇട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തതാണ്, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതാണ്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ഒരു തുണി പോലത്തെ ഒരു ഐറ്റം, എന്താ പറയുക ഇങ്ങനെ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, നമ്മളുടെ ടിഷ്യൂ പേപ്പറിൽ വേറൊരു ഐറ്റം, അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഇങ്ങനെ പശയെന്ന് ഞാൻ ഇപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം സ്റ്റിക്കറിൽ മുടിയും എല്ലാം കടിച്ച് പറിച്ച് ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിനി ഒന്നും അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ എന്തായാലും നാളത്തെ അപ്ഡേഷൻ ഞാൻ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും അപ്ഡേഷൻ അറിയാൻ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അയ്യോ, ഇത് ഞാൻ ഒരിക്കലും ഇത് വെച്ച് ഞാൻ അങ്ങനെ ചെയ്യണമല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയുള്ള ഒരിത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതാണ് 3 കുട്ടികൾ. ഇതിൻ്റെ പാവം തോന്നണം ഗൈസ്. കാരണം ഇവനാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഇതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇപ്പോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഇളക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാണ് പാവം. ഇത്രയും കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടില്ല. ഒരമ്മയാണ് അതുപോലെ ഇങ്ങനെ സ്വന്തം ശരീരം നോക്കാണ്ട് ഭയങ്കര ഒരു വിഷമം ഇതിൻ്റെ കാര്യത്തിൽ. ഞങ്ങൾ മാക്സിമം നമുക്ക് നോക്കാൻ പറ്റുന്ന പോലെ നോക്കുന്നുണ്ട്. കാരണം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ 3 എന്താവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം വെറും 15 ദിവസമൊക്കെ ആയിട്ടേ ഉള്ളൂ കുട്ടികൾ. നമുക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ലല്ലോ 3 അതിൻ്റെ അമ്മ തന്നെ വേണ്ടേ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം പറ്റണത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് കമൻ്റ് ഇട്ട് ഞങ്ങൾക്ക് ഒരുപാട് റെക്കമെൻഡേഷൻ തന്ന്, അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ ഇരുന്ന സമയത്താണ് ഇങ്ങനെ മെസ്സേജൊക്കെ വന്നിട്ട് ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് വന്നത്. അപ്പം അവരുടെയൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഒരു ഹോപ്പുണ്ട്, ഇതൊക്കെ ചെയ്താൽ ചിലപ്പോൾ മാറും എന്നുള്ളൊരു സന്തോഷം. സത്യം പറഞ്ഞാൽ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവരുടെയൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എന്തിനു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിങ്ങൾ മുറിവിനൊക്കെ യൂസ് ചെയ്യുന്ന ഓയിൽമെൻറ്റ് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 3 നേരം ഒരു ദിവസം ഇങ്ങനെ തേച്ച് കൊടുത്ത് അത് മൊത്തം ഇത് വയറ്റിലാക്കാറുണ്ട്. അപ്പം അങ്ങനെ വലിയ മന്നയാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തതാണ്, ഇപ്പം നാച്ചുറലി കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം, ഇനി അതിന് വിഷമായിട്ടൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. പിന്നെ ഇപ്പം എൻ്റെ റൂമിൽ തന്നെയാണ്, എനിക്ക് ഓടിച്ചു വിടാനും തോന്നണില്ല ഗൈസ്. ഇതെല്ലാം കൂടി എൻ്റെ എല്ലാവരും കുട്ടീനെയും കൊണ്ട് ഇത് എൻ്റെ അടുത്ത് വന്ന് കിടക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അടിച്ചു ഓടിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ എൻ്റെ കൂടി ഭയങ്കര ഇണങ്ങി ഈ 3 കുട്ടികളും. അതുകൊണ്ട് പിന്നെ അവരോട് കളിക്കൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് ആ ഒരു സംഭവം കൂടി എനിക്കൊന്ന് പറഞ്ഞു തരിക. ഒരുപാട് പേര് എനിക്കിങ്ങനെ കമൻറ്റ് ചെയ്ത് തന്നപ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു ശരി ഇതിന് മാറും, ഓക്കെ ഇനി നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ അവർക്കൊക്കെ മാറി എന്നറിയുമ്പം ഒരു ഹോപ്പാണ് ഗൈസ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്രയും കുഞ്ഞു പിള്ളേരും കൂടി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്, പൂച്ചേര അപ്ഡേഷൻ. അപ്പം എന്തായാലും കുറേ പേര് എന്നെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇനി കാണാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഇന്ന് വീട്ടിലെല്ലാവരും ഉള്ളത് കൊണ്ട് അച്ഛനായിരുന്നു ഇന്ന് തോരൻ വെച്ചത്. അച്ഛൻ്റെ എന്താ പറയുക നമ്മളെ കൈപ്പയ്ക്കയില്ലേ, പാവയ്ക്ക, ആ ഇതൊക്കെ തോരൻ കണ്ടിട്ട് വെക്കുവാണ്. ഒരിക്കലും ഇത് സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാണെന്ന് ആരും കരുതരുത്. ഇത് വല്ല ആണ്ടിലും ഇതിപ്പോൾ അമ്മ 2 ദിവസം മുമ്പ് വാങ്ങിച്ചതാണ് ഈ പാവയ്ക്ക. അപ്പം നമ്മളെ ഇവിടെ കൈപ്പയ്ക്കെന്നും പാവയ്ക്കെന്നും പറയും ഗൈസ്. നിങ്ങളുടെ അവിടെ എന്താ പറയണേ? അപ്പം ഈ സാധനം എന്താ പറയുക, അമ്മ 2 പ്രാവശ്യം വെച്ചപ്പോഴും നല്ല കയ്പ്പുണ്ടായിരുന്നു. അപ്പം അച്ഛൻ കിടന്ന് അമ്മയെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയാണോ വെക്കണേ. അപ്പം പണ്ട് എന്തോ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കയ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞു പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ ഇന്ന് വെച്ചോ, ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അച്ഛനെ കൊണ്ട് വെപ്പിച്ചതാണ്. അപ്പം ഞങ്ങളും പറഞ്ഞു ആദ്യം അച്ഛൻ വെച്ചാൽ മതി സൂപ്പറായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കൊണ്ട് ഇങ്ങനെ
എന്താ പറയുക അവസാനം അച്ഛൻ ഓ ശരി എന്നാന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്തതാണ് വെച്ചതാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. എന്താ പറയുക വലിയ കയ്പൊന്നും ഇല്ലായിരുന്നു. അച്ഛൻ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ്, അമ്മ ഇത്തിരി കുറച്ചും കൂടെ വലുതായിട്ട് അരിയും. അപ്പം ഇത് അച്ഛൻ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തി ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഈ നമ്മളുടെ മുള വന്ന തേങ്ങയില്ലേ, അതിൽ പൊങ്ങെടുക്കാൻ വേണ്ടിയുള്ള പണിയാണ്. ഇവിടെ അമ്മയും അച്ഛനൊക്കെ തോരൻ വെക്കണതിൻ്റെ തിരക്കിൽ നിൽക്കുന്നതുകൊണ്ടാണ് അച്ഛനും അമ്മയും ചെയ്തു കൊടുക്കാത്തത്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർക്ക് അതുവരെ ഉള്ള ഒരു ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് നേരെ പോയി ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ്. എനിക്കും പണ്ട് ഇതേപോലത്തെ ഒരു കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഇതേപോലെയൊക്കെ ആയിരുന്നു. അമ്മയൊക്കെ പറയും കൈയൊക്കെ മുറിയും വേണ്ടാന്ന്. എന്നാലും ഞാനൊക്കെ നമുക്കിത് പൊളിച്ച് കിട്ടുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ തന്നെ ചെയ്തതെല്ലാം ഒരു പ്രൗഡ് ഫീൽ തോന്നാറില്ലേ, അതൊക്കെ ഒരു കാലം അങ്ങനെ എന്ത് ചെയ്യായിരുന്നു. അവൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ അച്ഛൻ ഇവിടെ തോരൻ ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സമയം കളയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അവൾ പകുതി വരെ എത്തി. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് ഞാൻ തന്നെ ചെയ്തു തരാം. കുറേ നേരം കൊണ്ട് അമ്മ പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന്. അവസാനം പിന്നെ നമുക്ക് പിന്നെ കഴിക്കണമല്ലോ, ഇനി ഇവളിത് വെച്ചോണ്ടിരുന്നു കുറേ നേരം പിടിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, അവളെ പിടിച്ച് വാങ്ങിച്ച് അമ്മ എന്നെ പെട്ടെന്ന് അങ്ങ് ചെയ്തു കൊടുത്തു. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൊങ്ങെന്നാണ് പറയണേ. നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ സാധനത്തിന് പറയണേ? നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ചുമ്മാപ്പൊടി കാണിക്കണം. കണ്ടോ ഇവിടെ തേങ്ങ പൊളിക്കാൻ പോലും അറിഞ്ഞൂടാ. അവളെ മാസ് കാണിച്ചുള്ള ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ ഗൈസ്? ഇത് തന്നെ, ഇതൊക്കെ ഇനി ഞാൻ കാണണം. അതിൻ്റെ ഇടയിൽ എനിക്കിട്ടുള്ള ഊക്കും എന്താ, എനിക്കൊന്നും ചെയ്യാറില്ല, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണം എന്നൊക്കെ. ഇത് സംഭവം നിങ്ങളുടെ അനിയത്തിമാരും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാൻ കണ്ടിട്ടുള്ള ഏകദേശം എല്ലാ അനിയത്തിമാരും ഒക്കെ ഇങ്ങനെ തന്നെ ഗൈസ്. പൊങ്ങൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി. പിന്നെ ഞങ്ങളുടെ വിളയിൽ തെങ്ങുണ്ടെങ്കിലും നമുക്ക് തേങ്ങയൊന്നും കിട്ടാറില്ല, കുരങ്ങന്മാർ കൊണ്ടുപോകും. അതുകൊണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി. ഇതിപ്പോൾ അമ്മാമ്മരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അച്ഛൻ തോരനൊക്കെ വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കയ്പൊന്നും ഇല്ലായിരുന്നു. ഞാൻ തന്നെ അതിശയിച്ചു പോയി. 2 ദിവസം അമ്മരെ കയ്പ് തോരൻ കഴിച്ചിട്ട് ഇതിപ്പം എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചു. അച്ഛൻ ഇത്ര കുക്കാണോ ഞാൻ വിചാരിച്ചില്ല. പിന്നെ നമ്മളുടെ കണവത്തോരൻ ഉണ്ടായിരുന്നു, മോര് കറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈവനിങ് ചക്ക ഇറക്കിയായിരുന്നു. ഇന്നലെ പ്രേമല്ലു സിനിമ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇത് എന്ത് ചെയ്തത്, ചക്ക ഇറുത്തത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാവിൽ 2-3 ചക്കയെ കായ്ക്കത്തുള്ളൂ, ഒരുപാട് കായ്ക്കത്തൊന്നുമില്ല. അതിൽ ചുളയാണെങ്കിൽ വലിയ ചുളയുമാണ്. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ അങ്ങനെ ചക്ക കഴിക്കാറില്ല, പക്ഷേ ടേസ്റ്റ് കാരണം ഞാൻ കഴിച്ച് എനിക്ക് പണിയും കിട്ടി. രാത്രി വയറിൽ എനിക്ക് പിടിച്ചില്ല, ഗ്യാസ് കയറി ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും കമൻറ്റ് ഇടുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.